ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സാധനമാണ് മുട്ട സുർക്ക എന്ന് പറയുന്നെങ്കിൽ ഒന്നെങ്കിൽ അതിൽ സുർക്ക ചേർക്കണം, ഇല്ലെങ്കിൽ അതിൽ മുട്ട ചേർക്കണം. രണ്ടും ചേർക്കാത്തൊരു ഐറ്റംസാണ് മുട്ട സുർക്ക എന്ന് പറയുന്നത്. പിന്നെ ബീഫ് ചില്ലി, അതും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഇതാ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടില്ല, അത് അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ട്. പിന്നെ ഇതാ ആ വേവിച്ച് വെച്ച ബീഫിലേക്ക് 2.5 സ്പൂണ് മുളകിൻ്റെ പൊടിയും പിന്നെ 1.5 സ്പൂണ് ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പെരക്കി വെച്ച ബീഫ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ടിതാ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അതേ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് നമ്മളിപ്പോൾ ചില്ലിക്കല്ല അരിയുന്നില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തത് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ബീഫിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം നോക്കിയും കണ്ടു ഉപ്പൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കം, അതും ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, അതും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 1 സ്പൂണ് ഗരം മസാലയും 1.5 സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ അധികം കുരുമുളക് ഇടണമല്ലോ, അതുകൊണ്ട് 1.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ 2.5 സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ മാറ്റി വെച്ച ഇറച്ചി വേവിച്ച വെള്ളം അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ടാൽ നമ്മുടെ ബീഫ് ചില്ലി സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ ബീഫ് ചില്ലി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഞാൻ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിത് നേരത്തെ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ അളന്നിട്ട് നമുക്ക് വേണ്ടത്ര ഇട്ടതാണ്, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ് എടുത്തിട്ട് അളന്നിട്ടിരുന്നത്. നേരത്തെ കുതിർത്തി വെച്ച പച്ചരിയാണ്. 3 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ അത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം, നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇതൊക്കെ മിക്സിയിലിട്ടപ്പം അതിൽ സ്ഥലം തികയാതെ വന്നു. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഇതാ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്, നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, എന്നിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ അതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലൊന്ന് കലക്കിയെടുക്കണം. അതിൻ്റെ പാകം എന്ന് പറയുന്നത് മാവ് റെഡിയാക്കുന്നതിലാണ് അത് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഞാൻ ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് കട്ടി അധികമുണ്ട്. അപ്പം ഞാൻ 1/2 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ടോട്ടൽ 3 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 3 കപ്പ് പച്ചരി, 2 കപ്പ് ചോറ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 3 കപ്പ് വെള്ളം, അതൊക്കെ ചേർത്തിട്ട് ഇതേ പാകത്തിനായിട്ട് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുക, എണ്ണ ഇത്ര ചൂടാകാൻ പാടില്ല. കാരണം ഇത് ചൂട്ടെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എൻ്റെ എണ്ണ നല്ലോണം തിളച്ചുകൊണ്ടാണ് ആദ്യത്തത് ഫ്ലോപ്പായത്. പിന്നെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉണ്ടാക്കിയത്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട സുർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പം ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഒഴിച്ചിട്ട് അതൊന്ന് പൊങ്ങി വരൂലേ, പൊങ്ങി വന്നതിന് ശേഷം തീ ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം വേഗം ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് എടുത്താൽ മതി. പിന്നെ പൊരിയോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ മുട്ട സുർക്കയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തിന്നാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് പേര് കമൻറ്റിൽ കൊറിയർ അയച്ചുതരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്നാക്സൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ തുടങ്ങണമെന്ന് പ്ലാൻ ഉണ്ട്. തുടങ്ങിയാൽ എന്തായാലും ഞാൻ എല്ലാവരെയും അറിയിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.